അപ്പോൾ നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ഓസ്ട്രേലിയയിലേക്കുള്ള ഇംഗ്ലീഷ് ലാംഗ്വേജ് റിക്വയർമെൻറ്റ്സിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസ് ആണ്. നമുക്ക് ഇവിടെ ഇപ്പോൾ ഒരു നഴ്സിംഗ് രജിസ്ട്രേഷൻ എടുക്കാനായിട്ടാണെങ്കിലും, നമുക്കിപ്പോൾ ഒരു വർക്ക് വിസയ്ക്ക് അപ്ലൈ ചെയ്യാനാണെങ്കിലും, നമുക്കിപ്പോൾ ഒരു PR അപ്ലൈ ചെയ്യാനാണെങ്കിലും ഓരോന്നിനും അതിൻ്റെതായ രീതിയിലുള്ള ഇംഗ്ലീഷ് ലാംഗ്വേജ് റിക്വയർമെൻറ്റ്സ് ഉണ്ട്. നമുക്ക് മെയിനായിട്ട് ഇവിടെ ഒരു 5-6 ടൈപ്പ് എക്സാംസ് അവൈലബിൾ ആണ് ഇംഗ്ലീഷ് ലാംഗ്വേജിൻ്റെ. അതിലിപ്പോൾ ടോഫൽ, കേംബ്രിഡ്ജ് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ നമുക്ക് മുമ്പ് 6 മന്ത്സിനുള്ളിൽ ക്ലബ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. ലൈക്ക് 2 attempts 6 months വിത്തിനിൽ ക്ലബ് ചെയ്ത് സെയിം സ്കോർ ഈക്വലൻ്റ് ആയിട്ട് ക്ലബ് ചെയ്ത് കിട്ടുന്നുണ്ടെങ്കിൽ നമുക്കത് മതിയായിരുന്നു. ഇപ്പോൾ അത് ഒരു വ്യക്തി നമുക്കിപ്പോൾ നഴ്സിംഗ് രജിസ്ട്രേഷനൊക്കെ ആയി, ഒരു ജോബായി, പിന്നെ നമ്മൾ ഒരു 482 വിസയ്ക്ക് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്കതിനും ഒരു ഇംഗ്ലീഷ് ലാംഗ്വേജിൻ്റെ റിക്വയർമെൻറ്റ്സ് ഉണ്ട്. OET കാര്യത്തിൽ മാത്രം നമുക്കൊരു സ്കോർ ചേഞ്ചസ് ഇല്ല. OET ആണെന്നുണ്ടെങ്കിൽ പിന്നെ ഒരു വർക്ക് വിസയ്ക്ക് അപ്ലൈ ചെയ്യുമ്പോൾ സ്പൗസിന് ഇംഗ്ലീഷ് ലാംഗ്വേജിൻ്റെ ആദ്യം തന്നെ നമ്മളിപ്പോൾ ഒരു ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രിയിലെ സിറ്റിസൺ ആണ്, ലൈക്ക് ഒരു പാസ്പോർട്ട് ഹോൾഡർ ആണെന്നുണ്ടെങ്കിൽ, ലൈക്ക് ഇപ്പോൾ UK നിങ്ങൾക്ക് അഫ്ര രജിസ്ട്രേഷൻ സമയത്ത് ഇംഗ്ലീഷ് ലാംഗ്വേജ് സ്കോർ 186 PR അപ്ലൈ ചെയ്യുമ്പോൾ വാലിഡ് ആണെന്നുണ്ടെങ്കിൽ ആ സെയിം സ്കോർ തന്നെ യൂസ് ചെയ്യാം. പക്ഷേ അവിടെ OET വരുമ്പോൾ ഈ മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ്റെ സർട്ടിഫിക്കറ്റ് സബ്മിറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ അവർ ട്രാൻസ്ക്രിപ്റ്റിൻ്റെ സ്പൗസിന് ഇംഗ്ലീഷ് എക്സാം എഴുതുമ്പോൾ 1 year ആയിരിക്കും വാലിഡിറ്റി. ഇപ്പോൾ നിങ്ങൾക്ക് ക്ലബ് ചെയ്യണമെങ്കിൽ ഈ വിത്തിൻ 3 yearsനുള്ളിൽ ക്ലബ് ചെയ്തിട്ട് കിട്ടുന്ന സ്കോർ. ഇനിയിപ്പോൾ സ്പൗസിൻ്റെ കേസ് പറയുമ്പോൾ നമുക്കിവിടെ മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ വേണമെങ്കിൽ യൂസ് ചെയ്യാം. പക്ഷേ പിന്നെ ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയൊരു കാര്യമുണ്ട്. ലൈക്ക് 186 വിസയ്ക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ഞാൻ 2 ഓപ്ഷൻസ് പറഞ്ഞു.